26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് 50 ആനകളാണ് ഇത്തവണ എത്തിയത്. കർക്കിടക പുലരിയിലെ കോരിച്ചൊരിയുന്ന മഴയത്തും തിങ്ങി നിറഞ്ഞ ഭക്തരുടെ സാന്നിധ്യത്തിൽ വടക്കുംനാഥന്റെ മുറ്റത്ത് ഗജവീരന്മാരെ ഊട്ടി. ആദ്യ ഉരുള തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി നൽകി. ഓരോ ആനയ്ക്കും 10 ഔഷധ ഉരുളയും 10 പട്ടയും, തണ്ണിമത്തൻ, മുന്തിരി, കരിമ്പ്, വെള്ളരിക്ക തുടങ്ങിയവയും കൊടുത്തു. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വടക്കുംനാഥനെ വണങ്ങി പടിഞ്ഞാറെ ഗോപുര നടവഴിയാണ് ആനകൾ തിരുമുറ്റത്തെത്തിയത്. മന്ത്രി OJ ജനീഷും MLA ചാണ്ടി ഉമ്മനും രാജൻ പല്ലനും ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്രാവശ്യം 49 ആനകൾ പങ്കെടുത്തു. ഒരു 9:30 മണിയോടുകൂടി ക്ഷേത്ര മേൽശാന്തി പയ്യപ്പള്ളി മാധവ നമ്പൂതിരി തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന ആനയ്ക്ക് ആദ്യ ഉരുള കൊടുത്ത് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. കർക്കിടകം ശരിക്കും വരവായതിൻ്റെ ലക്ഷണത്തോടുകൂടി നല്ല മഴയോടുകൂടി ആനകൾക്കൊക്കെ നല്ല മഴയത്ത് മൃഷ്ടാന്ന ഭോജനമാണ് നൽകിയത്. ഓരോ ആനയ്ക്കും 10 ഉരുള ചോറ് ഔഷധക്കൂട്ട് കൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. പോരാണ്ട് വിഭവസമൃദ്ധമായ സദ്യ 9 തരം ഫ്രൂട്ട്സ് കൊടുത്ത് ആനകളൊക്കെ മൃഷ്ടാന്നമായി ഭക്തജനങ്ങൾ നല്ല മഴയത്തും കൂട്ടിയിട്ടുണ്ട്. അതും കർക്കിടക പുലരി എന്ന് പറഞ്ഞാൽ ശരിക്കും മഴ പെയ്താലാണ് കർക്കിടകമാവുള്ളൂ. ഇന്ന് ശരിക്കും കർക്കിടകം നമ്മളെ കാണിച്ചു. കറുത്ത കർക്കിടകമായിരുന്നു, നല്ല മഴയുമായിരുന്നു. അതെന്താ ഇത്രയധികം ആടയാഭരണങ്ങളില്ലാതെ ഒരേ വേദിയിൽ ഏകദേശം 50ഓളം, പൂരത്തിനൊക്കെ വെച്ച് 15 ആന 20 ആന അങ്ങനെ കാണുള്ളൂ. ഇത്രയധികം ആനകൾ ഒരേ വേദിയിൽ ആടയാഭരണങ്ങളില്ലാതെ കാണുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ മാത്രമാണ്. കേരളത്തിലത്തെ ആദ്യത്തെ ആനയൂട്ടാണ് ഇത്. ഇപ്രാവശ്യം വളരെ വൃത്തിയായി മഴയത്തും ഏകദേശം 10-30,000 ഭക്തജനങ്ങൾ വന്ന് ആനയ്ക്കെല്ലാം ആഹാരം കൊടുത്ത് സന്തോഷഭരിതരായിരിക്കുകയാണ്. 42 കൊമ്പന്മാരും 8 പിടിയാനകളുമാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത്. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.